എനിക്ക് ഞാൻ പഴയ ആൾ തന്നെ എപ്പോഴും, ഒരു മിസ്സിങ്ങും ഇല്ല, എനിക്ക് ഒരു മാറ്റവും ഇല്ല. എൻ്റെ ഉള്ളുകൊണ്ട് അതത് പ്രായത്തിൽ എന്തൊക്കെ ഒരു ചെറിയ പെൺകുട്ടി വളർന്ന് ഇപ്പൊ സായുവിന്റെ പ്രായത്തിലുള്ള എനിക്ക് ഓർത്തെടുക്കാവുന്ന ഒരു പ്രായമുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഉള്ള ഓരോരോ കാലത്തിനുള്ള മാറ്റങ്ങൾ അല്ലാണ്ട് ഒരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഒരു പ്രായവും മിസ് ചെയ്തിട്ടില്ല. ചിലപ്പോഴൊക്കെ ഇപ്പൊ ഈ തുളസി കതിര് മറ്റേ എണ്ണ തേച്ചെന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇപ്പൊ റിയാലിറ്റി ഷോയില് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്ന സമയത്ത് അവര് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു രൂപത്തിലേക്കാണ് ഞാൻ പലപ്പോഴും മാറുന്നത്. ഞാൻ ചില സമയത്ത് ഒട്ടും കംഫർട്ടബിൾ അല്ല ചില ഡ്രസ്സിലൊന്നും. അത് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കൊക്കെ ഇല്ലേ, കാണാൻ അത് നല്ല ഭംഗിയാ, പക്ഷെ അത് ഇട്ടിട്ട് നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. ഒരു ഫുൾ ഷോനൊക്കെ ഞാൻ കാല് നീട്ടിയൊക്കെ ഇരുന്നുണ്ട്. കാരണം ഈ നേരെ ഇരിക്കുമ്പോ അത് കുമ്പയൊക്കെ വരുമ്പോ അത് പൊട്ടുവേ സൈഡിൽ നിന്ന് സ്റ്റിച്ച്. അപ്പൊ അങ്ങനെ അതേപോലെ തന്നെയാണ് പണ്ടത്തെ. അതും ആ റിയാലിറ്റി ഷോയില് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുമ്പോ അന്ന് അവിടുത്തെ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, ഇന്ന റൗണ്ടിൽ ഇന്ന ഡ്രസ്സ് ഇടണം, പാവാടയും ബ്ലൗസും, ചിലപ്പം സൽവാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഈ ഭയങ്കര സമരം ചെയ്യാനൊന്നും പോണ ആളായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ ഇപ്പൊ എങ്ങനെയാണോ ഇപ്പോഴുള്ള ഞാൻ ചെറുതായി എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. വീണാകുമ്പോ നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ മനസ്സിലാവും എനിക്ക്. എന്റെ ഫ്രണ്ട്സിന് അതുകൊണ്ട് വലിയ വ്യത്യാസം തോന്നില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇരിക്കണേ സൗഹൃദങ്ങളോ. അതെനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, കുറച്ച് എല്ലാ കാലത്തൊന്നും ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർക്ക് ഒരു വ്യത്യാസം തോന്നാൻ സാധ്യതയില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി രൂപത്തിലൊക്കെയുള്ള മാറ്റം ഓരോരോ സമയത്ത് നമ്മുടെ തോന്നലനുസരിച്ചില്ല, പണ്ടത്തെ പോലെ തന്നെ ഇരിക്കണേ. ഉള്ളുകൊണ്ട് എനിക്ക് ഒരു മാറ്റം തോന്നിയിട്ടില്ല. അവന്റെ അമ്മ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് മുടിയൊക്കെ കളർ ചെയ്ത് നടക്കുമ്പോഴത്തേക്കും അവളും പറയാറുണ്ട്, അമ്മ എനിക്കും കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ കളർ ചെയ്ത് തരോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് തരോ ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം. അവര് വേറെ തന്നെ ഇതാണ്. കാരണം അവര് തമ്മിലുള്ള ഈ ഫ്രണ്ട്സ്, ഇപ്പം മിഥുന്റെയും ഇന്ദുവിന്റെയും മോളുണ്ട് ദക്ഷിണ, അവരൊക്കെ തമ്മിൽ കാണുന്ന സമയത്ത് അവർക്ക് വേറെ തന്നെ ഐഡിയാസ് അതിനെ കുറിച്ചിട്ട്. നമ്മളും ഒക്കെ നമ്മുടെ മാതിരിയും അല്ല, എന്തൊക്കെയോ ഒക്കെ അറിയാം. അപ്പം മേക്കപ്പ് ചെയ്യണത് സ്കിന്നിന് അങ്ങനെ ഇപ്പൊ ചെറിയ കുട്ടികളാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു, നമുക്ക് കുഞ്ഞുള്ള അറിവ് വെച്ചിട്ട് പറയണോണ്ടും. പിന്നെ കളറൊക്കെ കുറെ കഴിയുമ്പോൾ ഇഷ്ടമുള്ള കളർ ചെയ്യാല്ലേ, അങ്ങനെയൊക്കെ ആലോചിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ അവളോട് ഇന്നതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. അതൊക്കെ അവരങ്ങനെ അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് പലതും മനസ്സിലാക്കിക്കോളും. ഒരു ദിവസം മാത്രം എന്നോട് ഇങ്ങനെ പറഞ്ഞു, സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയാ മറ്റേ അവരുടെ വീട്ടിലിങ്ങനെ പറഞ്ഞു മുടി കളർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചീത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നിട്ട് കുഞ്ഞെന്താ പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അമ്മ നിറയെ കളർ ഇട്ടിട്ടുണ്ടല്ലോ, എന്റെ അമ്മ നല്ലതാണ്. അപ്പൊ അവൾക്ക് വന്നിട്ട് അപ്പൊ എന്റെ അമ്മയും അവളും കൂടിയുള്ള കോൺവെർസേഷൻ ഞാനിങ്ങനെ കാണുക. അപ്പൊ അമ്മ ഇങ്ങനെ പറയണ്ട, അതായത് കുഞ്ഞുമണി ഈ മുടിയുടെ കളറോ അല്ലെങ്കിൽ ഇടുന്ന ഡ്രസ്സോ അതൊന്നും അല്ല ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവരെത്രയും സ്നേഹമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ്.